ടേം പരിചയപ്പെടാം. മോൾ ഫ്രാക്ഷൻ ഖൈ എന്ന് വിളിക്കുന്ന ഒരു അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഖൈ, മോൾ ഫ്രാക്ഷൻ ഖൈ, ഏകദേശം എക്സ് എന്നിരുന്ന പോലെ തന്നെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഖൈ എന്താണ് മോൾ ഫ്രാക്ഷൻ? അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെയിറ്റ് ഡിവൈഡഡ് ബൈ അറ്റോമിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പണന്റ് ഇൻ സൊല്യൂഷൻ is the ratio of number of moles of that component to the total number of moles of all components present in solution. Okay, അതായത് ഒരു സൊല്യൂഷനിലെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, സൊല്യൂട്ടിൻ്റെയും സോൾവെന്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ്, ആ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ എത്ര ഭാഗമാണ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ സോൾവെന്റിൻ്റെ നമ്പർ ഓഫ് മോൾസ്. ഇറ്റ് ഈസ് കോൾഡ് മോൾ ഫ്രാക്ഷൻ. That is, mole fraction of a solute is equal to psi b is equal to NB divided by Na plus NB. അപ്പോൾ ഏതിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ടോട്ടൽ മോൾ ഫ്രാക്ഷൻ, സൊല്യൂട്ടിൻ്റെ മോൾ നമ്പർ ഓഫ് മോൾസ് പ്ലസ് സോൾവെന്റിൻ്റെ നമ്പർ ഓഫ് മോൾസ്. ഈ മൂന്നാമതൊന്നും കൂടി ഉണ്ടെങ്കിൽ പ്ലസ് NC, NB divided by Na plus NB, മൂന്നാമതുണ്ടെങ്കിൽ പ്ലസ് NC അങ്ങനെ എക്സെട്ര. Then what is the mole fraction of solvent? Mole fraction of solvent say A is equal to Na divided by Na plus NB. Okay, ഇനി ഇത് രണ്ടും കൂടി കൂട്ടാം. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റി. ഒന്നായിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക. സൈ എ പ്ലസ് സൈ ബി ഇസ് ഈക്വൽ ടു 1 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം. എ മിക്സ്ചർ കണ്ടെയ്ൻ 3.2 gram methanol, molecular mass 32 and 4.6 gram ethanol, അതിൻ്റെ molecular mass 46. Find the mole fraction of all components present in solution. 32 ഗ്രാം മെത്തനോളും 4.6 എത്തനോളുമുള്ള ഒരു സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ, എത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം, മെത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ്, നമുക്കിവിടെ വെയിറ്റ് ആണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ഇസ് ഈക്വൽ ടു Na is equal to 4.6 divided by molecular mass, that is 46, that is equal to 0.1. Number of moles of methanol is Nb is equal to 3.2 divided by 32. 32 എന്നുള്ളത് മെത്തനോളിൻ്റെ മോളിക്കുലർ മാസ്, that is equal to 0.1 അല്ലേ? അപ്പോൾ രണ്ട് എയും കിട്ടി എൻബിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ Xi A is equal to Na divided by Na plus Nb, that is equal to 0.1 divided by 0.1 plus 0.1 is equal to 0.5. Okay, അങ്ങനെയാണെങ്കിൽ മെത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു യൂണിറ്റി അല്ലേ? Xi A plus Xi B is equal to 1. Therefore, Xi B is equal to 1 minus Xi A, that is equal to 1 minus 0.5 is equal to 0.5. Okay. ഇനി നമുക്ക് അടുത്ത ഒരു കോൺസെൻട്രേഷൻ ടേമിനെ പരിചയപ്പെടാം. മൊളാരിറ്റി. മൊളാരിറ്റി എം, ക്യാപിറ്റൽ ലെറ്റർ എം നെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് മൊളാരിറ്റി എന്ന് പറയുന്നത്? മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 liter or cubic decimeter of solution. 1 ലിറ്റർ വെള്ളത്തിൽ ഓർ സൊല്യൂഷൻ സോൾവെന്റ്, 1 ലിറ്റർ സോൾവെന്റിൽ
ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് വിളിക്കുന്നത് മൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. 1 ലിറ്റർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവ് ഇൻ മോൾ, നമ്പർ ഓഫ് മോൾസിൽ. ഓക്കെ, അതിനാണ് മൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്. സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് എൻ എ, സൊല്യൂട്ടിൻ്റെത് എൻ ബി, അതിൻ്റെ സോൾവെന്റിന്റെ വെയിറ്റ് ഡബ്ല്യു എ, സൊല്യൂട്ടിൻ്റെത് ഡബ്ല്യു ബി, സോൾവെന്റിന്റെ വോളിയം വി, ആൻഡ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എൻ ബി. Therefore, what is molarity? Molarity M is equal to number of moles of solute divided by volume of solvent in liter. അപ്പോൾ നമ്പർ ഓഫ് മോൾസിനെ വോളിയം, സോൾവെന്റിന്റെ വോളിയം, ലിറ്ററിലുള്ള വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൊളാരിറ്റി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷന്റെ വോളിയം മില്ലി ലിറ്ററിലാണ് തന്നെ കരുതുക. അപ്പോൾ അതിന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, 1000 കൊണ്ട് ഹരിക്കണം. അതേപോലെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് തന്നത് വെയിറ്റ് ആണ്, സൊല്യൂട്ടിന്റെ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ? അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. മൊളാരിറ്റി എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി into 1000 divided by V. WB is mass of solute, MB molecular mass of solute, V volume. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സൊല്യൂഷൻ്റെ വോളിയം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram ഓഫ് NaOH ഇൻ 450 ml സൊല്യൂഷൻ. അതായത് 450 ml സൊല്യൂഷൻ ഉണ്ട്, അതിൽ 5 gram NaOH ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? അത് മൊളാരിറ്റിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ ഒക്കെ നമുക്കറിയുന്ന, അല്ലേ? ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ബി. ഡബ്ല്യു ബി സോൾട്ടിൻ്റെ അളവ്, വെയിറ്റ് പറയുന്നുണ്ട് 5 gram. വി വോളിയം നമുക്കറിയാം 450 ml. ആൻഡ് മോളിക്കുലർ മാസ് ഓഫ് NaOH MB 40, അത് നമുക്കറിയാം. The molarity M is equal to WB divided by MB into 1000 divided by V. That is equal to 5 divided by 40 into 1000 divided by 450. That is equal to 0.278 mole per liter. Okay. Okay. അടുത്ത കോൺസെൻട്രേഷൻ ടൈമാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. Then what is molality? Molality is defined as number of moles of solute dissolved in 1 kilogram of solvent. 1 kilogram സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. എന്താണ് മൊളാലിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? Molarity is expressed in terms of volume. അവിടെ നമ്മൾ സൊല്യൂഷന്റെ വോളിയം അല്ലെങ്കിൽ സോൾവെന്റിന്റെ വോളിയം ആണ്. ഹിയർ ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? ഇവിടെ സൊല്യൂഷന്റെ വോളിയം അല്ല എടുക്കുന്നത്, സൊല്യൂഷന്റെ വെയിറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊളാലിറ്റി എം is defined as number of moles of solute dissolved in 1 kilogram of solvent. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. മൊളാലിറ്റി M is equal to number of moles of solute divided by mass of solvent in kilogram. സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിൽ എടുക്കണം. ഗ്രാമിലാണെങ്കിൽ അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസിന് പകരം നമുക്ക് വെയിറ്റ് ആണ് തന്നതെങ്കിൽ അതിനെ നമ്പർ ഓഫ് മോൾസ് ആക്കാൻ വേണ്ടിയിട്ട് മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് മൊളാരിറ്റി
M is equal to WB divided by MB into 1000 divided by WA in gram. അതാണ് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി മൊളാലിറ്റി ഓഫ് 2.5 gram of ethanoic acid in 75 gram of benzene. 75 ഗ്രാം ബെൻസീനിൽ 2.5 ഗ്രാം എത്തനോയിക് ആസിഡ് ഡിസോൾവ് ചെയ്താൽ അതിന്റെ മൊളാലിറ്റി എത്രയായിരിക്കും? ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എത്തനോയിക് ആസിഡിന്റെ വെയിറ്റ് WB is equal to 2.5 gram, WA is equal to 75 gram, MB is equal to 60. അല്ലേ? Then molality M is equal to WB divided by MB into 1000 divided by WA. That is equal to 2.5 into 1000 divided by 60 into 75. That is equal to 0.556 mole per kilogram. Okay. അപ്പോൾ ഇങ്ങനെ വിവിധ യൂണിറ്റുകൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചില യൂണിറ്റുകൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലേ? ചില യൂണിറ്റുകൾ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യാത്ത യൂണിറ്റുകളുണ്ട്. ഓക്കെ, അപ്പം ഈച്ച് മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് concentration of the solution has its own merit and demerits. Mass percentage, parts per million, mole fraction and molality, they are independent of temperature. അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, whereas molarity is a function of temperature, and this is because volume depends on temperature and mass does not. അപ്പോൾ ഇവിടെ മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തതാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വോളിയത്തിൽ മാറ്റം സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ, മൊളാരിറ്റിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, it is depending upon temperature. The value of molarity is depending upon temperature. Okay.